തമിഴ്നാട്ടിലെ പ്രകൃതി രമണീയമായ ഗൂഡല്ലൂരിൽ ഊട്ടി റോഡിൽ സ്ഥിതി ചെയ്യുന്ന കല്ലടി മക്കാം എന്ന പേരിൽ അറിയപ്പെടുന്ന ഫക്കീർ ഷാ ഉപ്പാപ്പ റളിയല്ലാഹു അൻഹുവിൻ്റെ ദർഗയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. جئت إليك ذليلا أناجي من لي غيرك ربي يسمع مني شكوى حين محل البلاء جئت إليك റസ VPR യൂട്യൂബ് ചാനലിൻ്റെ 344-ാമത്തെ എപ്പിസോഡ്. നമ്മൾ തമിഴ്നാട്ടിലെ ഗൂഡല്ലൂരിൽ കല്ലടി മക്കാമിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗൂഡല്ലൂർ ടൗണിൽ നിന്ന് ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ 2 കിലോമീറ്ററും നിലമ്പൂർ നാടുകാണി ഭാഗത്തു നിന്ന് വരുമ്പോഴുള്ള ജംഗ്ഷനിൽ നിന്നാണെങ്കിൽ 1.5 കിലോമീറ്ററും യാത്ര ചെയ്താൽ മേലെ ഗൂഡല്ലൂർ എന്ന് പറയുന്ന ഒരു ചെറിയ ടൗണിൽ നമുക്ക് എത്താൻ കഴിയും. അവിടെ നിന്ന് ഫക്കീർ ഉപ്പാപ്പ റളിയല്ലാഹു അൻഹു വിശ്രമം കൊള്ളുന്ന കല്ലടി മക്കാമിലേക്ക് ഏകദേശം 1 കിലോമീറ്റർ യാത്ര ചെയ്യാനുണ്ട്. രാത്രിയാണ് ഞങ്ങളിവിടെ എത്തിയത് കൊണ്ട് ലൈറ്റുകൾ വളരെ കുറവാണ്. അതുകൊണ്ട് അതിൻ്റേതായ ഒരു ചെറിയ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. അവിടെ എത്തിയാൽ കല്ലടി മക്കാം എന്ന് ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും. ബോർഡുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ചെറിയ വാഹനങ്ങൾ മാത്രമാണ് താഴത്തേക്ക് ഇറങ്ങുള്ളൂ. പിന്നെ പകുതി യാത്ര ചെയ്താൽ പിന്നീട് നല്ല കുത്തനുള്ള ഇറക്കമാണ്. അപ്പോൾ നല്ല എക്സ്പീരിയൻസ് ഇല്ലാത്തവരൊന്നും താഴോട്ട് വണ്ടി ഇറക്കുന്നത് സൂക്ഷിക്കണം. അങ്ങനെ നമ്മൾ മക്കാമിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. രാത്രി സമയങ്ങളിലൊക്കെ ആനകൾ വരെ ഇറങ്ങുന്ന ഒരു കാട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇപ്പോഴും മക്കാമുള്ളത്. ഏകദേശം പോകുന്ന വഴിയിലൊക്കെ വീടുകളായിട്ടുണ്ടെങ്കിലും പല ഭാഗങ്ങളിലും കാട് മൂടി കിടക്കുക തന്നെയാണ്. അപ്പോൾ ആനകളൊക്കെ വരാറുണ്ട് എന്നാണ് ഇവിടുന്ന് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും ഞങ്ങൾ മഗ്‌രിബിന് ശേഷം ആയതുകൊണ്ട് വെളിച്ചമൊന്നും ഇല്ലാത്തതുകൊണ്ട് കൂടുതൽ വീഡിയോ നല്ല രീതിയിൽ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. മക്കാമിൻ്റെ അടുത്ത് കാണുന്ന ഈ ഒരു കിണർ ഇവിടുത്തെ ഷിഫയുള്ള വെള്ളം ലഭിക്കുന്ന മരുന്ന് കിണറാണ് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. വർഷങ്ങൾക്ക് മുമ്പ് പൂർണ്ണമായും കാട് മൂടിക്കിടന്നിരുന്ന ഈ ഒരു പ്രദേശത്തായിരുന്നു മഹാനുഭാവൻ ഇബാദത്തിലായി കഴിഞ്ഞുകൂടിയിരുന്നത്. അങ്ങനെ അവിടെ നിന്ന് വഫാത്തായ സമയത്ത് പരിസരത്തെ ഒരു പള്ളിയിലെ ഇമാമിന് സ്വപ്നത്തിൽ വിവരമെത്തുകയും അങ്ങനെ ആളുകളെ കൂട്ടി ഇവിടെ വന്ന സമയത്ത് ബഹുമാനപ്പെട്ടവർ വഫാത്തായി കിടക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അങ്ങനെ ഇവിടെ അവരെ മറവ് ചെയ്യുകയായിരുന്നു. ഇതിൻ്റെ തൊട്ടരികിലൂടെ ഒരു അരുവി ഒഴുകുന്നുണ്ട്. അവിടെ നിന്നായിരുന്നു ബഹുമാനപ്പെട്ടവർ ഉളൂ ചെയ്തിരുന്നത്. അവരുടെ കാൽപാദവും അവിടെ കാണാൻ കഴിയും. ബഹുമാനപ്പെട്ടവർ അവിലായിരുന്നു ഇത്ര ഭക്ഷണമായിട്ട് കഴിച്ചിരുന്നത്. അതുകൊണ്ട് ഇന്നും ഇവിടെ എത്തിയാൽ ബറക്കത്തിന് അവിലും പഞ്ചസാരയും നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. ഒട്ടനവധി മഹാന്മാരും ധാരാളം ആളുകളും സിയാറത്ത് എത്തുന്ന ഇവിടം വലിയ വലിയ രോഗങ്ങൾക്കും പൈശാചികമായ ബുദ്ധിമുട്ടുകൾക്കും വലിയ ഫലപ്രദം ലഭിക്കുന്ന മക്കാമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരുപാട് രോഗികൾ ഇവിടെ സിയാറത്തിനായി എത്താറുമുണ്ട്. അള്ളാഹു ഈ മഹാൻ്റെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.